US-ഇറാൻ സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായപ്പോൾ ചെങ്കടലിൽ പുതിയ യുദ്ധമുഖം തുറക്കുന്നു. ഇന്നലെ യമൻ തുറമുഖത്തേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി സൗദിയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഹൂതികൾ ലക്ഷ്യം വെച്ചു. ഇതിനിടെ കാസ്പിയൻ കടലിൽ യുക്രൈൻ ഒരു ഇറാൻ കപ്പലിനെ തകർത്തു. സംഭവത്തിൽ കീവ് പ്രതിനിധിയെ ഇറാൻ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾക്ക് ഇറാന് ആയുധം നൽകി സഹായിക്കുന്നത് റഷ്യയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. 13 ദിവസം തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ 2 ദിവസം അമേരിക്ക ഇറാന് നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും ഹോർമുസ് കടലെടുക്കും ഇറാനും ആക്രമണങ്ങളിൽ നിന്ന് മുക്തമായപ്പോൾ ചെങ്കടലിൽ മറ്റൊരു യുദ്ധഭൂമി കൂടി തുറന്നിരിക്കുകയാണ്. ഇതിൽ ഹൂതി വിമതരും അതുപോലെ സൗദി അറേബ്യയുമാണ് പങ്കാളികളായിട്ടുള്ളത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഹൂതികളും അതുപോലെ സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറിൽ ഉൾപ്പെടെ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹോർമുസ് കടലെടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഹൂതി വിമതരെ കൂടി നിലവിലുള്ള സംഘർഷങ്ങളിൽ ഭാഗമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ട് ഹൂതി സൗദി അറേബ്യയെ ആക്രമിക്കുകയായിരുന്നു. സൗദി അറേബ്യ ഹോർമുസ് കടലെടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ചെങ്കടലിലൂടെയായിരുന്നു വ്യാപാരം പ്രധാനമായിട്ടും നടത്തിയിരുന്നത്. അപ്പോഴാണ് ഹൂതി വിമതരുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് തിരിച്ചടിയായിട്ട് യമനിലേക്ക് സൗദി അറേബ്യയും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ യമനിലുള്ള ഒരു തുറമുഖ നഗരം ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ ഹൂതി വിമതർ അതിന് തിരിച്ചടി നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സൗദി അറേബ്യയുടെ ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണം നടന്നത്. ഇതിൽ സൗദി അറേബ്യയിലുള്ള ജിസാൻ അതുപോലെ യോണ്ടു എന്നിവിടങ്ങളിലുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിൽ സൗദി തിരിച്ചടിക്കുമോ എന്നുള്ള ആശങ്കയടക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ കാസ്പിയൻ കടലിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് യുക്രൈൻ്റെ ഭാഗത്തു നിന്നാണ്. യുക്രൈൻ ഒരു ഇറാനിയൻ കപ്പൽ ആക്രമിച്ച് തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഒരു ഇറാനിയൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇറാൻ യുക്രൈൻ പ്രതിനിധിയെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതിഷേധം ഉൾപ്പെടെ അറിയിച്ചു. എന്നാൽ ഇതിന് യുക്രൈൻ നൽകുന്ന ഒരു വിശദീകരണം അത് മേഖലയിലൂടെ കടന്നുപോയ റഷ്യൻ കപ്പലിനെ ലക്ഷ്യമിട്ടായിരുന്നു കാസ്പിയൻ കടലിൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ റഷ്യൻ കപ്പൽ ഇറാനിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ ഇതുപോലെ നിരന്തരം ഇറാനിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കാറുണ്ടെന്നാണ് യുക്രൈൻ്റെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്തരമൊരു കപ്പലിന് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് അവർ പുതുതായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശദീകരണം. എന്തായാലും സംഭവത്തിൽ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കയുടെ സൈനിക ഉപരോധം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഉപരോധം കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അറബിക്കടലിൽ പുതിയൊരു ടാങ്കർ കൂടി US വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.